ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്ക് ശക്തിയുണ്ടോ? ഉപദ്രവത്തിന് കഴിയുമോ? ഇനി ഞാൻ പട്ടിണിയിൽ ആയാലും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ അതിന് ശക്തിയുണ്ടോ? എന്നെ പരസ്യമായി വലിച്ചിഴച്ചിട്ടുണ്ട്. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, അങ്ങനെ മരണകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അതിനൊക്കെ ദൈവസ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവമേ, അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. അവൻ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. യേശു കർത്താവിനേറ്റ ഓരോ പീഡനങ്ങളിലും അവൻ മൗനമായി നിന്നത്, അവൻ ക്ഷമിച്ചത്, അടികൊണ്ടത് എല്ലാം നമ്മോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. തൻ്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും നമുക്ക് നൽകുമ്പോഴും ആ വേദനയൊക്കെ കടിച്ചമർത്തിയത് നമ്മെ കണ്ടിട്ടായിരുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അവനതൊക്കെ സഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം ആ സ്നേഹം എന്തെന്നറിയണം, അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണം. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ അതിന് തയ്യാറാകുമോ? ഒരപ്പന് കഴിയുമോ? അമ്മയ്ക്ക് കഴിയുമോ? ഇല്ല. പാപം ചുമക്കാനും പാപത്തിന് വേണ്ടി മരിക്കാനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ അധികാരത്തിനോ വാഴ്ചകൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. അതേ പ്രിയപ്പെട്ടവരെ, നാം ആ സ്നേഹത്താൽ കെട്ടപ്പെടണം. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ കടക്കണം. പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലൂടെ സഞ്ചരിക്കണം. ക്രൂശിൻ്റെ വചനം ധ്യാനിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി യാചിക്കണം. ഇന്ന് പകൽ നിങ്ങൾ സ്നേഹത്താൽ നിറയപ്പെട്ടാൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ദൈവസ്നേഹം നിങ്ങളുടെ അകത്ത് നിറഞ്ഞാൽ, യേശു സ്നേഹിച്ചതുപോലെ, യേശു ക്ഷമിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സഹിക്കുവാനും കഴിയും. ദൈവസ്നേഹത്താൽ നിറയപ്പെടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.